ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. പുഷ്പ 2 ഇതാ റൂൾ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുഷ്പ 2വിൻ്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ ഞായറാഴ്ച, അതായത് ഇന്നലെ നവംബർ 17-ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഡിസംബർ 5-നാണ് ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത്. നവംബർ 17-ന് ബീഹാറിലെ പാട്നയിലായിരുന്നു സിനിമയുടെ ട്രെയിലറിൻ്റെ ഗംഭീരമായ ട്രെയിലർ ലോഞ്ച് നടന്നത്. ആ ട്രെയിലർ ലോഞ്ചിനിടയിലാണ് ട്രെയിലർ പുറത്തുവിട്ടത്. അതിനുശേഷം യൂട്യൂബിലൂടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയായിരുന്നു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ട്രെയിലറുകൾ പുറത്തുവിട്ടു. അതിൽ ഞാൻ ആദ്യം കണ്ടത് തെലുങ്ക് ട്രെയിലറാണ്. തെലുങ്ക് ട്രെയിലർ ഇപ്പോൾ ഏകദേശം 34 മില്യൺ വ്യൂസ് കടന്നു പോയിരിക്കുന്നു. ഹിന്ദി ട്രെയിലർ 20 മില്യൺ വ്യൂസ് കടന്നു പോയിരിക്കുന്നു. അതോടൊപ്പം മലയാളം ട്രെയിലർ 3 ലക്ഷം വ്യൂസ് കടന്നു പോയിരിക്കുന്നു. തമിഴ് ട്രെയിലർ 3.3 മില്യൺ വ്യൂസും കടന്നു പോയിരിക്കുന്നു. അങ്ങനെ ട്രെയിലർ റിലീസ് ചെയ്ത ഭാഷകളിലെല്ലാം ഗംഭീര വ്യൂസാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. നിസ്സംശയം തന്നെ പറയാം, രാജ്യം കാത്തിരുന്ന ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായിരുന്നു പുഷ്പ 2 എന്നത്. അത്ര വലിയ ഹൈപ്പാണ് ചിത്രത്തിന്, അത്ര വലിയ വരവേൽപ്പാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ ചിത്രം 2021 പുറത്തിറങ്ങിയ പുഷ്പയുടെ 2ാം പാർട്ട് പുഷ്പ 2 മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫഹദ് ഫാസിലുണ്ട് എന്നത് നമുക്ക് വളരെ പ്രത്യേകതയാണെന്ന് പറയാം. കാരണം ഫഹദ് ഫാസിൽ ആദ്യ ഭാഗത്തിൽ കുറച്ച് സമയമേ ഉള്ളായിരുന്നുവെങ്കിൽ ഈ ഭാഗത്ത് കുറേയേറെ നേരം ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളെന്നാണ് പറയുന്നത്. കാരണം നെഗറ്റീവ് റോളിൽ അദ്ദേഹമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ട്രെയിലർ കാണുവാനായിട്ട് സാധിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ചിത്രം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മാതിരി ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പടച്ചു വിട്ടതെന്ന് പറയാം. കാരണം ദേവ്ശ്രീ പ്രസാദിൻ്റെ BGM തന്നെ നല്ല ഗൂംസ് നൽകുന്ന BGM ട്രെയിലറിലുടനീളം കാണുവാൻ സാധിച്ചു. പുഷ്പ ഫയർ എന്നായിരുന്നു ആദ്യമെങ്കിൽ ഇപ്പോൾ വൈൽഡ് ഫയർ എന്നാണ് 2ാം ഭാഗത്തിൽ പറയുന്നത്. അതിനെ തിയേറ്റർ പിടിച്ചു കുലുക്കാൻ പറ്റുന്നൊരു ഡയലോഗ്സാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡയലോഗ്സ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ. അല്ലു അർജുനെ കുറിച്ച് അറിയാമല്ലോ, ഓൾറൗണ്ടർ എൻ്റർടൈനറാണ്. അപ്പോൾ 2003 ഗംഗോത്രിയിൽ തുടങ്ങിയ കരിയർ ഇന്ന് എത്തി നിൽക്കുന്നത് പുഷ്പ 2-ൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ട് 1000 കോടി പ്രീ ബിസിനസ്, അതായത് റിലീസിന് മുന്നേ തന്നെ പ്രീ ബിസിനസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാണ് പുഷ്പ 2 എന്ന റെക്കോർഡും പുഷ്പ 2 എന്നത് ആ റെക്കോർഡും പുഷ്പ 2 സ്വന്തമാക്കി. റിലീസിന് മുന്നേ തന്നെ 1000 കോടി പ്രീ ബിസിനസ് കിട്ടുന്ന ചിത്രം. അതോടൊപ്പം ബാക്കി വരാൻ പോകുന്നത് തിയേറ്ററിക്കൽ റവന്യൂ എല്ലാം കൂടി ചേർത്ത് ചിത്രം വലിയൊരു തുക കളക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ സംവിധായകനെക്കുറിച്ച് നോക്കുമ്പോൾ സംവിധായകൻ സുകുമാർ, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം 2004 പുറത്തിറങ്ങിയ ആര്യായിരുന്നു. അല്ലു അർജുനായിരുന്നു അതിലെ നായകൻ. ഇന്ന് തെലുങ്ക് സിനിമയിലെ ഏറ്റവും വലിയ ഡയറക്ടർമാരിൽ ഒരാളാണ് സുകുമാർ എന്നത്. അദ്ദേഹത്തിൻ്റെ ആര്യ 2, രംഗസ്ഥാലമൊക്കെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. രംഗസ്ഥാലം ബാഹുബലി, ആ ഒരു ടൈമിൽ ബാഹുബലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് സിനിമയായിരുന്നു ആ ഒരു ടൈമിൽ. 2016 ആ ഒരു കാലഘട്ടത്തിൽ രംഗസ്ഥാലം എന്നത് രാംചരൺ നായകനായ ചിത്രം. ഏതായാലും സുകുമാർ, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് മിർസ്ലോയാണ്. മ്യൂസിക് ഡയറക്ടർ ദേവ്ശ്രീ പ്രസാദ്. പാട്ടുകളൊക്കെ ഓൾറെഡി ഹിറ്റാണ്. കപ്പിൾ സോങ്ങൊക്കെ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ BGM-ഉം ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ വളരെ ഗുംസോംസ് നൽകുന്നു. ഏതായാലും ഡിസംബർ 5-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫഹദ് ഫാസിൽ, അതോടൊപ്പം മലയാളത്തിൻ്റെ ദത്തുപുത്രൻ അല്ലു അർജുനല്ല മല്ലു അർജുൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് കേരളത്തിൽ കിട്ടുന്ന സ്വീകാര്യത, അല്ലെങ്കിൽ കേരളത്തിന് അദ്ദേഹത്തിനുള്ള ഫാൻ ബേസ് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഡിസംബർ 5-ന് തിയേറ്റർ വേറെ ലെവലിൽ സെലിബ്രേഷൻസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോസിറ്റീവോ നെഗറ്റീവോ ചിത്രം കളക്ഷൻ കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ അല്ലു അർജുനാണ് രാജ്യത്തെ ഏറ്റവും ഹൈസ്റ്റ് പെയ്ഡ് ആക്ടർ എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. പുഷ്പ 2-ന് അദ്ദേഹം വാങ്ങിയ ശമ്പളം വിജയും ഷാരൂഖ് ഖാനെയും പിന്നിലാക്കി. അങ്ങനെ ഗംഗോത്രിയിൽ തുടങ്ങിയ കരിയറിന് രാജ്യത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ട് എത്തി നിൽക്കുന്ന അല്ലു അർജുൻ 2003 അദ്ദേഹം ആകെ ചുരുക്കം 38 സിനിമകളെ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയൊരു വളർച്ചയാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് പാട്നയിൽ, അതായത് ആന്ധ്രയിലും അല്ലെങ്കിൽ തെലുങ്കാനയിലും നടക്കാതെ ബീഹാറിലെ പാട്നയിലായിരുന്നു ട്രെയിലർ ലോഞ്ച് നടന്നത്. വലിയ ക്രൗഡായിരുന്നു. അപ്പോൾ
മറ്റൊരു സംസ്ഥാനത്ത് പോയി അത്രയും വലിയ ക്രൗഡിനെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഓൾറെഡി സൗത്ത് ഇന്ത്യയിലൊക്കെ അദ്ദേഹത്തിന് വലിയ ക്രൗഡുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലും അദ്ദേഹത്തിന് വലിയ ക്രൗഡുണ്ട്. അങ്ങനെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പാൻ ഇന്ത്യ ഹീറോസിൽ ഒരാളായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഡിസംബർ 5 സംഭവം നിർത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.